السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله بالفائزين برضا الله. أما بعد. ലോകത്ത് ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിൽ ധിക്കാരികളായ ഒരുപാട് ഭരണാധികാരികളുണ്ട്. നമ്രൂദിനെ പോലെ, ഫിർഔനിനെ പോലെയുള്ള ഒരുപാട് ധിക്കാരികളായ ഭരണാധികാരികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയെല്ലാം സത്യമതത്തിലേക്ക്, സത്യദീനിലേക്ക് അല്ലാഹുത്താലയെ വിശ്വസിക്കാൻ വേണ്ടി ഓരോ പ്രവാചകന്മാരെയും അല്ലാഹുത്താല നിയോഗിക്കുകയും അവർക്ക് വേണ്ടി ഉള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് മഹാനനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അധികാരിയായ ഫിർഔനിന്റെ അടുത്തേക്കാണ്. ആ ഫിർഔനിന്റെ കോട്ടയിൽ പോയി ബനു ഇസ്രായേൽ സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് സത്യമതത്തെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനുമാണ് ഫിർഔനിന്റെ കോട്ടയിലേക്കായിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. അവിടുന്ന് തനിക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ കാഠിന്യം കൊണ്ട്, അതല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിന്റെ ബോധം കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ത്വാഹ സൂറത്തിൽ നമുക്കത് കാണാൻ കഴിയും. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന പ്രാർത്ഥന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവെ, എനിക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്വം നൽകുന്ന യജമാനായ റബ്ബിനോട് ചോദിക്കുന്നത്, റബ്ബെ, എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണേ. അതുപോലെ തന്നെ ഇത്രയും വലിയ ഉത്തരവാദിത്വമുള്ള എന്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ. മാത്രമല്ല, എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നല്ല രീതിയിൽ ആളുകളോട് നല്ല മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് നൽകണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഫിർഔൻ എത്തരത്തിലുള്ള ആളായിരുന്നുള്ളത് നമുക്കറിയാം. ഫിർഔൻ എന്ന് പറയുന്നത് അനറബ്ബുക്കുമുൽ അഅല, ലോകത്ത് ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് ആ വാദത്തോടു കൂടി നടക്കുന്ന ഫിർഔനിന്റെ കോട്ടയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നുബുവത്ത് ലഭിച്ചു പോയത് അള്ളാഹുവിന്റെ ദീൻ അവിടെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും അവിടെ നിന്നുള്ള അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനം ഫിർഔനിനെ അല്ലാഹു തആല ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മോചിതത്തിന്റെ കാരണമായി ചെങ്കടലിൽ തനിക്കുള്ള ഒരു വടി കൊണ്ടടിക്കുകയും ആ ചെങ്കടൽ പിളർന്ന് അതിലൂടെ രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ധാരാളമായി കാണാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്കും നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ വലിയ ഭാരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും, അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ പിരിമുറുക്കങ്ങൾക്കും നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കും എല്ലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് നമുക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാം. അല്ലാഹു തആല നമ്മുടെ ഖൈറായ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.